ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കി കഴിക്കാനോ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 4 പേർക്കുള്ള പോർഷനാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 8 സ്ലൈസ് ബ്രെഡ്, 2 മുട്ട മുഴുവനായിട്ടുള്ളതും 2 മുട്ടയുടെ ജസ്റ്റ് വൈറ്റ് മാത്രവും, 2 കപ്പ് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ക്യാബേജ്, 3/4 കപ്പ് അതേപോലെ അരിഞ്ഞ ക്യാരറ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മേനേസ്, 1 ടീസ്പൂൺ കെച്ചപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേണ്ട ക്യാബേജ് കണ്ടോ, തിന്നായിട്ട് അരിഞ്ഞേക്കുന്ന, കൊത്തിപ്പൊടിച്ചല്ല അരിഞ്ഞേക്കുന്ന, നീളത്തിൽ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. അത് നോക്കണേ. ഇതേപോലെ തന്നെ വളരെ തിന്നായിട്ടാണ് പിന്നെ ക്യാരറ്റ് അരിഞ്ഞേക്കുന്നത്. നല്ല തിന്നായിട്ട് നീളത്തിൽ 1 ഇഞ്ച് നീളത്തിൽ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ തിന്നായിട്ട് അരിഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി ഇതുപോലെ ആണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ഉള്ളി ഇട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം 4 മുട്ടയും മുഴുവനായിട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോ. ഞാൻ ജസ്റ്റ് 2 മുട്ടയുടെ എന്താ പറയുന്നത് മഞ്ഞക്കരുവേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 4 മുട്ടയും മുഴുവനായിട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോ കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇനിയും മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വളരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാര്യം എന്താ പറയുന്നത് എഗ് വൈറ്റിൻ്റെ ആ ഒരു ഇങ്ങനെ പീസസ് പോലെ കിടക്കത്തില്ലേ, അങ്ങനെ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേരെയൊക്കെ പച്ചക്കറി തീറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് ഇനി നമുക്കൊന്ന് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ മീഡിയം ഹീറ്റിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് ചൂടാക്കിയാലും മതി. അതില്ലാന്ന് വെച്ചാൽ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കണം. എന്താ പറയുന്നത് വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്തോ. ഇപ്പോൾ എന്താ പറയുന്നത് ഇച്ചിരി പച്ചക്കറിയൊക്കെ തിന്നാൻ പറ്റുന്ന ഒരു ഇതല്ലേ. അപ്പം ഹോൾ ഗ്രെയിനോ അല്ലെ എന്താ പറയുന്നത് മൾട്ടിഗ്രെയിനോ ഹോൾ വീറ്റിൻ്റെയോ ഒക്കെ ബ്രെഡ് കിട്ടുന്നെങ്കിൽ അത് വേണേലും ഉപയോഗിച്ചോ. ഞാൻ രണ്ടും ഉപയോഗിക്കും കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ഈ വൈറ്റ് ബ്രെഡ് ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വൈറ്റ് ബ്രെഡ് വേണേലും യൂസ് ചെയ്തോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെ കുക്കിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ്ചറില്ലേ അതിൻ്റെ നേരെ പകുതി ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഇച്ചിരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യണം കേട്ടോ. അതെനിക്ക് ശരിക്കും അതങ്ങോട്ട് പറഞ്ഞു തരാനായിട്ട് എങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഏത് ഷേപ്പിൽ കോരി ഇട്ട് കൊടുത്താലും അതിൻ്റെ അവസാനം അത് റെക്റ്റാങ്കിൾ ഷേപ്പിലിരിക്കണം. 2 പീസസ് ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം അവസാനം ആ ബ്രെഡിൻ്റെ ഷേപ്പിൽ. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ എന്താ പറയുന്നത് നമ്മൾ അത് വെന്ത് വരുന്തോറും ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുട്ട ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഒലിച്ചു വരും. അതിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം. വെളിയിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ പാടില്ല. അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ പറയുന്നത് ഇത് തീ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം ഹീറ്റിലല്ലേ ഞാൻ ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത്
ഇത്തിരൂടെ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മീഡിയത്തിൻ്റെയും ലോയുടെ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ടൊരു 3 minutes ആണ് ഈ സൈഡ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വേണ്ട 3 minute ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ പകുതി വെച്ച് ഞാൻ കട്ട് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ പീസ് ആക്കി വെക്കണമെന്ന്. ഇത് 2 ആളുകൾക്ക് വേണ്ടിയുള്ള പോർഷനാവും അന്നേരം കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 3 minute കുക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ബ്രെഡിനകത്തേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൽ കെച്ചപ്പും മേനേസും ആവശ്യത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് തിന്നാൻ റെഡിയാക്കാം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ട, നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയാണ്, ടേസ്റ്റും നല്ലതാണ് കേട്ടോ. ഇച്ചിരി ഹെൽത്തിയൊക്കെയാണ്, നമുക്ക് വയറ് നിറയും. ഇച്ചിരി ഏറെ ഉണ്ടല്ലോ പച്ചക്കറിയൊക്കെ ആയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2 എണ്ണവും കൂടെ 2 സാൻഡ്വിച്ച് കൂടെ ആവും കേട്ടോ. നല്ല സ്പ്രെഡ് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടച്ചു വെച്ച് വേണേലും ഇത് കുക്ക് ചെയ്യാം. അങ്ങ് ഭയങ്കരമായിട്ട് പച്ചക്കറി വെന്തിരിക്കണമെന്ന് നിർബന്ധമുള്ളവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തു കേട്ടോ. കണ്ടില്ലേ? റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കണം. അതാണ് അന്നേരമാണ് നമ്മളുടെ ബ്രെഡിനകത്ത് അതേപോലെ അതേ ഷേപ്പിലിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ.